സ്വാതന്ത്ര്യ ലബ്ധിക്ക് ശേഷമുള്ള ഭാരതത്തിൻ്റെ ചരിത്രത്തിലെ ഒരു ഇരുണ്ട അധ്യായമാണ് ശ്രീമതി ഇന്ദിരാഗാന്ധി കൊണ്ടുവന്ന അടിയന്തരാവസ്ഥ. രാഷ്ട്രീയ പ്രതിയോഗികളെ മുഴുവനും അവർ കൽത്തുറുങ്കിലടച്ചു, ജനങ്ങളുടെ സമസ്ത സ്വാതന്ത്ര്യങ്ങളെയും ധ്വംസിച്ചു, ഭരണഘടന നൽകുന്ന മൗലികാവകാശങ്ങളെ അപ്പാടെ തമസ്കരിച്ചു. ഇതിനെതിരെ രാജ്യവ്യാപകമായി അതിശക്തമായ പ്രതിഷേധങ്ങളും സമരങ്ങളും ഒക്കെ ഉയർന്നു. അതിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട സാധാരണക്കാരായ പ്രവർത്തകരെ അതിനിഷ്ഠൂരമായി അവർ മർദ്ദിച്ചു. രാജൻ എന്ന് പറയുന്ന എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥിയെ നമുക്ക് ഓർമ്മയുണ്ട്. അദ്ദേഹത്തെ പോലീസ് അറസ്റ്റ് ചെയ്ത് ക്രൂരമായി മർദ്ദിച്ചു കൊലപ്പെടുത്തി ജലാശയത്തിലെറിഞ്ഞു. രാജന്റെ അച്ഛൻ ഈശ്വര വാര്യർ രാംകുമാർ എന്ന കേരള ഹൈക്കോടതിയിൽ പ്രാക്ടീസ് ചെയ്തിരുന്ന അഭിഭാഷകനെ സമീപിച്ചൊരു ഹേബിയസ് കോർപ്പസ് ഹർജി ഫയൽ ചെയ്തു. ആ ഹർജിയിൽ അന്നത്തെ ജഡ്ജിമാരായിരുന്ന സുബ്രഹ്മണ്യം പോറ്റിയും ജസ്റ്റിസ് ഖാലിദും രാജനെ ഹാജരാക്കാനായിട്ട് കോടതിയിൽ ഉത്തരവിട്ടു. ഞങ്ങൾ അറസ്റ്റ് ചെയ്തില്ല എന്ന് കെ കരുണാകരൻ, അന്ന് അദ്ദേഹം മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമാണ്, സത്യവാങ്മൂലം കൊടുത്തു. ആ സത്യവാങ്മൂലം കള്ളമാണെന്ന് വിധിച്ചുകൊണ്ട് രാജനെ കോടതിയിൽ ഹാജരാക്കണം എന്ന് ഈ ഡിവിഷൻ ബെഞ്ച് വിധിച്ചു. ആ വിധിയോടുകൂടി കരുണാകരന് തൻ്റെ മുഖ്യമന്ത്രി പദം വരെ ഉപേക്ഷിക്കേണ്ടി വന്നു. ഏതായാലും ആ കേസോടുകൂടി രാംകുമാർ സാർ കേരളത്തിലെ അതിപ്രഗത്ഭനും പ്രശസ്തനുമായ ഒരു അഭിഭാഷകനുമായി മാറി. അദ്ദേഹമാണ് ഈ അടിയന്തരാവസ്ഥയുടെ ക്രൂരതയെ അനുസ്മരിക്കുന്ന എറണാകുളത്ത് വെച്ച് സംഘടിപ്പിച്ച സമ്മേളനം ഉദ്ഘാടനം ചെയ്തത്. അദ്ദേഹം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് നടത്തിയ ഒരു പ്രസംഗത്തെ ഞാൻ നിങ്ങളുടെ മുൻപിൽ അവതരിപ്പിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ പ്രസംഗം: അടിയന്തരാവസ്ഥ വിരുദ്ധത പ്രകടിപ്പിക്കുന്ന ഏത് ചടങ്ങിലും പങ്കെടുക്കേണ്ടത് ഒരു ദേശസ്നേഹിയുടെ കടമയാണ്. രാജപത്നിയെപ്പോലും വിമർശിക്കാൻ അലക്കുകാരന് സ്വാതന്ത്ര്യമുണ്ടായിരുന്ന രാജ്യമാണ് നമ്മുടേത്. സിംഹാസനം വീണ് കിട്ടിയിട്ടും ജ്യേഷ്ഠൻ്റെ പാതുകം പൂജ നടത്തി അധികാരം ഉപേക്ഷിച്ച ഉത്തമ രാജാക്കന്മാരുടെ കൂടെ രാജ്യമാണിത്. എന്നാൽ ഇന്ന് പൊതുജീവിതം ജീർണതയിലും അപജയങ്ങളിലും മുങ്ങിപ്പോയില്ലേ എന്ന് പരിതപിക്കുകയാണ് ഭൂരിപക്ഷം ഭാരതീയരും. മഹത്തായ ഈ രാജ്യത്തിൻ്റെ ചിന്താസരണി തന്നെ ധാർമ്മിക അധിഷ്ഠിതമാണ്. കാറൽ മാർക്സ് ജനിക്കുന്നതിന് 5000 വർഷങ്ങൾക്ക് മുൻപ് തന്നെ പരിത്രാണായ സാധൂനാം എന്ന വീക്ഷണം ഈ രാജ്യത്തിലുണ്ടായിരുന്നു. ഇന്നും ധർമ്മ സംസ്ഥാപനാർത്ഥായ എന്ന് നിത്യേന ദേശഭക്തിയോടുകൂടി പാടുന്ന നിസ്വാർത്ഥരായ ഒരു വിഭാഗം യുവാക്കൾ ഇവിടെയുണ്ട്. നിർഭാഗ്യവശാൽ അവരിൽ ഉൾക്കൊള്ളുന്ന കൃഷ്ണഭട്ട്, വൈക്കം ഗോപകുമാർ, ആലപ്പുഴ ശിവദാസൻ എന്നിവരെ നാം പാടെ വിസ്മരിച്ചില്ലേ എന്ന് ഭയപ്പെടേണ്ടിയിരിക്കുന്നു. ഒരുപക്ഷെ അതിൽ അത്ഭുതമില്ല. ശ്രീരാമൻ പിള്ളയുടെയും സമന്മാരായ മറ്റു ചിലരുടെയും അനുഭവം നമ്മുടെ മുൻപിലുള്ളതാണ്. വിദ്വേഷത്തെക്കാൾ ഏറെ വിഷാദത്തോടുകൂടി പറയട്ടെ, മേൽ പറഞ്ഞവർക്കൊന്നും ഇപ്പോൾ മാർക്കറ്റില്ല. ഉള്ളത് ധന സമ്പാദനത്തിൽ വിദഗ്ധരായ ബന്ധുജനമടക്കം ഉള്ളവർക്കാണ്. ധർമ്മ സംരക്ഷണത്തിനും ഉത്തമ സ്വഭാവശുദ്ധിക്കും നിലകൊള്ളുന്നു എന്നവകാശപ്പെടുന്ന സംഘടനകൾ പോലും ഈ മൂല്യച്യുതിക്ക് അടിമപ്പെട്ടിരിക്കുന്നു. അടിയന്തരാവസ്ഥയുടെ ഭീകരദിനങ്ങളെ ഓർമ്മിക്കാൻ നമുക്ക് അവസരം ലഭിച്ചത് ഈ ത്യാഗി വര്യന്മാരുടെ സ്വാർത്ഥലേശമില്ലാത്ത പോരാട്ടം കൊണ്ടാണ്. ജീവിതത്തിലെല്ലാം നഷ്ടപ്പെട്ട അവരെ വിസ്മരിക്കുന്നത് നന്ദികേടാണ്, അക്ഷന്തികമായ അപരാധവുമാണ്. അവരുടെ വിയർപ്പിൻ്റെയും രക്തത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും ഗുണഭോക്താക്കൾ അവരല്ല, കൗശലക്കാരായ മറ്റു ചിലരാണ്. മാറാടിലെ ബനിതാലികളെ ഒറ്റിക്കൊടുത്തവർ മണിമന്ദിരങ്ങളിൽ വിലസുന്നു. പരമപവിത്ര ഭൂമിയെന്ന അഭിമാനത്തോടുകൂടി പാടുന്നവർ അവഗണിക്കപ്പെടുന്നു. ദീർഘകാലം അവരോടൊപ്പം നിന്നവർ തഴയപ്പെടുന്നു. പരാതി പറയുന്ന രീതി അവർക്കില്ല, അതുകൊണ്ട് അവരെ ആരും ശ്രദ്ധിക്കുന്നില്ല. ഈ കാര്യം ഓർമ്മിപ്പിക്കുന്നത് പലർക്കും അലോരസമുണ്ടാക്കുമെന്ന ബോധമുണ്ട്. എന്നാലും ഈ പ്രസക്തമായ സന്ദർഭത്തിൽ അവരെ അനുസ്മരിക്കുകയെങ്കിലും ചെയ്യാതിരിക്കുന്നത് ക്രൂരമായ അനൗചിത്യമാണ്. ത്യാഗത്തിൻ്റെയും സേവനത്തിൻ്റെയും പാത സ്വീകരിച്ച സംഘടനകൾ സ്ഥാനമാനങ്ങൾ ചൊല്ലി കലഹിക്കുന്നവരുടെ
താവളമാകാൻ ഒരിക്കലും അനുവദിക്കരുത്. ത്രിപുരയും ബംഗാളും ഒറീസയും എല്ലാവർക്കും ഒരുപോലെ ചൂണ്ടുപലകകളാണെന്ന് വിസ്മരിക്കരുത്. അഹങ്കാരവും ധാർഷ്ട്യവും പൊതുപ്രവർത്തനത്തിന് ഒരിക്കലും അനുയോജ്യമല്ല. സേവനവും ശുപാർശയും പോലെ തന്നെ. അടിയന്തരാവസ്ഥയ്ക്കെതിരെയും ശബരിമല പ്രക്ഷോഭത്തിലും പീഡനം സഹിച്ചവരെ തല്ലുകൊള്ളുന്ന ചെണ്ടകളായി തരം താഴ്ത്തി അവഗണിക്കരുത്. ഇനിയെങ്കിലും പ്രത്യക്ഷത്തിൽ നമുക്ക് കാണാൻ കഴിയുന്ന പാളിച്ചകളെക്കുറിച്ചും വ്യതിയാനങ്ങളെക്കുറിച്ചും ഇതുപോലുള്ള മറ്റൊരു സന്ദർഭത്തിൽ ഓർമ്മിക്കാനുള്ള സന്മനസ്സുണ്ടാകണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ആ പ്രസംഗത്തിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന വസ്തുതകൾ എല്ലാവർക്കും ബോധ്യപ്പെട്ട് കാണും എന്ന് വിശ്വസിക്കുന്നു. നന്ദി, നമസ്കാരം.